അപ്പോൾ ഞങ്ങളിനെ സ്വയം തീരുമാനിച്ചു സുജാതനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത്. അതിന് മതിൽ പ്രതികാരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ എങ്ങനെ അത്. മലപ്പുറം നഗരസഭയിലെ വലിയവരമ്പ് വാർഡിൽ 1995 സംഭവിച്ചതെന്ത്? ഇത്തവണ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുജാത പരമേശ്വരന്റെ ആരോപണങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാവ് പെരുമ്പള്ളി സൈദുക വസ്തുതകൾ പങ്കുവെക്കുന്നു. സുജാത ഒരു കോൺഗ്രസ്സുകാരിയാണെന്ന് ഞങ്ങളൊക്കെ അപ്പോൾ അറിയുന്നുള്ളൂ. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അയ്യപ്പ മാസും അപ്പുണ്ണി സുജാതയായിട്ടും വീട്ടുകാരിയൊന്നും അന്ന് കുഞ്ഞാപ്പ ബ്ലോക്ക് പ്രസിഡൻ്റാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അയ്യപ്പ മാസ് പറഞ്ഞു, കുഞ്ഞാപ്പ നമ്മളെ വാർഡിലുള്ള സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇത് സുജാതയാണ്, നമ്മളെ കാളത്താട്ടമുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തേക്ക് അവൻ ചോദിച്ചു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ നമ്മളൊക്കെ അറിയണ്ടേ? ഞാൻ ഇന്നലെ വരെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലക്ക് അറ്റ്ലീസ്റ്റ് എന്നോടെങ്ങൊന്നും വന്ന് പറയേണ്ടിയിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചു. അല്ലാതെ അങ്ങനെ ഞങ്ങൾ പിന്നെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചെന്ന്. അത് ശരിയല്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സുജാത പറഞ്ഞാൽ മധുര പ്രതികാരമാണ് അന്ന് ഉണ്ടായത്. ആ മധുര പ്രതികാരത്തിന് അത് പറ്റിയൊരു കാൻഡിഡേറ്റ് കിട്ടുകയും ചെയ്തു. നല്ല വെൽ ക്വാളിഫൈഡ് സ്ഥാനാർത്ഥിയായിരുന്നു അവൾ. BA കഴിഞ്ഞ് MA കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് ആ സ്ഥാനാർത്ഥി അപ്പം തന്നെ കിട്ടുകയും ചെയ്തു. അത് CPM സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സുജാത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒരു വിമത സ്ഥാനാർത്ഥിയും വന്നാൽ ആ ഗ്യാപ്പിൽ കൂടെ CPM ജയിച്ചു പോകും. അതങ്ങനെ ഉണ്ടായി. സത്യത്തിൽ ഞങ്ങളൊക്കെ ഒന്ന് വെളുത്തുകൊണ്ട് വിചാരിച്ചില്ല. നമുക്ക് വേണ്ട, നമ്മളെ മോശമാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് വേറെ ആർക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര വാശിയായി. അങ്ങനെയാണ് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പെരുമ്പള്ളി മുനീറ എന്ന ആ കുട്ടീനെ നിർത്തിയത്. ഇപ്പോൾ സുജാത എന്ന മതിൽ പ്രതികാരം ഞങ്ങളെ പെരുമ്പള്ളി ഫാമിലിനോട് ആണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, മത്സരിച്ചോട്ടെ. മത്സരത്തിൽ ജയം സാധാരണ, തോൽവി സാധാരണയല്ലേ. അപ്പം ഞാൻ 3 പ്രാവശ്യം മത്സരിച്ചു. ആ 3 പ്രാവശ്യം ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. എൻ്റെ ഫാദർ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. പിന്നെ ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥികൾ അപ്പോഴും പിന്നെ അടുത്ത 2000 പിന്നെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങളിനെ സ്വയം തീരുമാനിച്ചു സുജാതനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത്. അങ്ങനെ സുജാത സ്ഥാനാർത്ഥിയാക്കി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരിയുള്ള പിന്നെ ക്യാൻവാസും ചെയ്തു. എല്ലാ വിധത്തിലും സഹായിച്ചു. ഞങ്ങൾ സുന്ദരമായിട്ട് ജയിച്ചും ചെയ്തു. നല്ല വോട്ടിലും ജയിച്ചു. അതാണ് ഈ സംഭവത്തിൽ. അതിന് മതിൽ പ്രതികാരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ അങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നില്ലല്ലോ. അതല്ലല്ലോ. ഒരു പാർട്ടി അച്ചടക്കം പറഞ്ഞാൽ പാർട്ടി അച്ചടക്കം നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തതെന്ന്. അന്ന് ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന അവനെ പോലും അറിയിക്കാതെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു വന്നാലേ അതാണ് അന്നത്തെ സ്ഥിതി. അപ്പോൾ ആ കാലത്താലാണത്. ഇപ്പോൾ നമ്മളിതിനെ ഇറങ്ങി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ചെയ്ത് മത്സരിക്കുന്ന കുട്ടി എൻ്റെ സഹോദരീൻ്റെ പേരക്കിടാവാണ്. അന്ന് മുതലേ കുട്ടിക്കാലം മുതലേ ഇവിടെ വളർന്ന് രാഷ്ട്രീയ സജീവമാണ്. ഓനെ ഇവിടെ വളർന്ന് ഇവിടെ കളിച്ച് ഇവിടെ രാഷ്ട്രീയ അന്ന് മുതലേ KS മുതലേ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ എല്ലാ ഇതിനും ഞങ്ങൾ കൊടുത്ത് വളർന്നതാണ്. അപ്പോൾ അതല്ല മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അത് മുനിസിപ്പാലിറ്റിയിൽ ചെയ്തു കൊടുക്കൽ അവനാണ്. അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് എല്ലാം പൊളിറ്റിക്കൽസായിട്ട്. KS NSS കോളേജിൽ KSUവിൻ്റെ ഒരു നേതാവായിരുന്നു മഞ്ചിനി NSS കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എല്ലാ വിവരങ്ങളും ഉണ്ട്. അതിന് പറ്റിയ കാൻഡിഡേറ്റാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം എന്നിട്ട് അവിടെ മതിൽ പ്രതികാരം ചെയ്തിട്ട് തോൽപ്പിച്ചോട്ടെ, സന്തോഷമുള്ളൂ. പക്ഷെ പാർട്ടി അച്ചടക്കത്തിന് നേരിടേണ്ടി വരും തീർച്ചയായിട്ടും. ഇങ്ങനെ പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥി ഫസ്റ്റിൽ നമ്മൾ MLA അനിൽകുമാർ അംഗീകരിച്ചതാണ് അർഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് കണ്ട്. കാരണം അതിന് എഫിഷ്യൻ്റാണ് അവന് എല്ലാ രംഗത്തും. പിന്നെ അവന് ഫുട്ബോൾ കോച്ചായിട്ട് വർക്ക് ചെയ്യാണ്. ആ ജോലിയൊക്കെ രാജിവെച്ച് കൊടുത്താണ് അവനാ. ആയിക്കോട്ടെ, മത്സരിക്കട്ടെ, തോൽക്കണേ തോറ്റോട്ടെ, അവൾ ജയിച്ചോട്ടെ, നമുക്ക് സന്തോഷത്തോടെ പോയില്ലേ. അല്ല, നമുക്ക് മതിൽ പ്രതികാരമൊന്നുമില്ല കേട്ടോ. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജനങ്ങൾക്കറിയാലോ ആരാണ് തെറ്റുകാരെ തെറ്റ് എന്നുള്ളത്.